ഹായ് ഫ്രണ്ട്സ്, ശ്രീനാഥാണ്. നമ്മുടെ പാത ഇരട്ടിപ്പിക്കൽ ജോലികൾ മിച്ചമുള്ള അമ്പലപ്പുഴ മുതൽ എറണാകുളം വരെയുള്ള ഒറ്റവരി പാതയിൽ നിലവിൽ വർക്കുകൾ നടക്കുന്ന അരൂര് പാലം മുതൽ എറണാകുളം വരെയുള്ള വർക്കുകൾ നമുക്ക് ജസ്റ്റ് ഈ വീഡിയോയിലൊന്ന് കാണാം. അതിൻ്റെ ഒരു അപ്ഡേറ്റ് വീഡിയോ ആണ്. കുറച്ച് ദിവസം മുന്നേ എടുത്തതാണ്, പക്ഷേ എഡിറ്റ് ചെയ്യാനും ഒന്നും സമയമൊന്നും കിട്ടിയില്ല. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ആദ്യത്തെ പിയർ ഏകദേശം വാർത്ത് കഴിഞ്ഞു. രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ, അതിനുശേഷം അഞ്ചാമത്തെ പിയറുകളുടെ വരെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ അരൂര് കുമ്പളം റെയിൽവേ മേൽപ്പാലത്തിൽ. അപ്പം ഈ ഒരു പാലം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ആലപ്പുഴ എറണാകുളം ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ്. അപ്പം ഏറ്റവും കൂടുതൽ ഈ ഒരു റൂട്ടിൽ തന്നെ ഏറ്റവും കൂടുതൽ നീളമുള്ളൊരു പാലമാണ്. ഏറ്റവും കൂടുതൽ സമയമെടുക്കാൻ സാധ്യതയുള്ളതും ഈ ഒരു പാലം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം റെയിൽവേ ഈ ഒരു പാലത്തിൻ്റെ വർക്ക് ആദ്യമേ തന്നെ തുടങ്ങിയത്. ശരിക്കും നമ്മൾ ഈ സ്ട്രെച്ച് മൊത്തത്തിൽ നോക്കിയാൽ തന്നെ തുറവൂര് മുതൽ എറണാകുളം വരെയുള്ള പാതയിലാണ് ഏറ്റവും കൂടുതൽ പാലങ്ങളുള്ളത്. ആ ഒരു പാതയിൽ തന്നെയാണ് റെയിൽവേ ഇപ്പം ആദ്യത്തെ ഭാഗമായിട്ട് വർക്ക് തുടങ്ങിയിരിക്കുന്നത്. പക്ഷേ ഈ ഒരു റൂട്ടിൽ വർക്ക് നടക്കുന്നിടത്ത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അമ്പലപ്പുഴ മുതൽ തുറവൂർ വരെയുള്ള പാതയ്ക്ക് ഇതുവരെ അനുമതി കിട്ടിയിട്ടില്ല. അതായത് പ്രോജക്റ്റ് സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവ് ചെയ്യേണ്ടതുണ്ട്. അപ്പം ഈ ഒരു ലൈന് മൊത്തത്തിൽ നമുക്ക് പ്രയോജനം കിട്ടണമെങ്കിൽ അമ്പലപ്പുഴ മുതൽ എറണാകുളം വരെയുള്ള പാത മൊത്തത്തിൽ തന്നെ ഡബിളായേ പറ്റത്തുള്ളൂ. അപ്പം നമ്മുടെ അധികാരികൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നാണ് അഭിപ്രായം. അതായത് നല്ല പ്രഷർ ഉണ്ടെങ്കിൽ മാത്രമേ പെട്ടെന്ന് വർക്കുകൾ നടക്കത്തുള്ളൂ, പ്രൊജക്റ്റിനൊക്കെ അപ്രൂവൽ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത്രയും നേരം നമ്മൾ കണ്ടത് അരൂര് കുമ്പളം പാലത്തിൻ്റെ ഇരു കരകളിലുമായിട്ട് നടക്കുന്ന വർക്കുകളുടെ കാഴ്ചകളാണ്. ഇപ്പം ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ കുമ്പളം കുമ്പളത്തെ സ്റ്റേഷൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഒരു ലെവൽ ക്രോസ് ഉണ്ട്. ഈ ഒരു ലെവൽ ക്രോസൊക്കെ മാറ്റി സ്ഥാപിക്കേണ്ടതായിട്ട് വരും. പിന്നെ അതേപോലെ അങ്ങേയറ്റത്ത് നിങ്ങൾക്ക് കാണാം ഒരു എക്സ്ട്രാ ലൈനും കൂടെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം നികത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ചേറൊക്കെ നിറഞ്ഞ, ചെളിയൊക്കെ നിറഞ്ഞ ചതുപ്പ് പോലത്തെ സ്ഥലങ്ങളാണ് ഈ ഒരു റെയിൽവേ ട്രാക്കിൻ്റെ അടുത്തുള്ളത്. ഒരുവിധം എല്ലാം നല്ലപോലെ ചെളിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ലെവൽ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് നല്ല ശ്രമകരമായ കാര്യമാണ്, വർക്കാണ്. അപ്പം അതെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിപ്പോൾ കുമ്പളം സ്റ്റേഷനാണ്. നിലവിൽ 3 ട്രാക്കുകളാണുള്ളത്. അത് ഭാവിയിൽ 4ആയിട്ട് മാറും. അപ്പോൾ കുമ്പളം സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ, അതായത് നിലവിൽ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് ഈ സ്റ്റേഷനിൽ. ആ പ്ലാറ്റ്ഫോമിൻ്റെ നീളം കൂട്ടുന്ന ജോലികളും അപ്പുറത്തെ സൈഡിൽ നടക്കുന്നുണ്ട്. ഞാൻ ആ വീഡിയോ കവർ ചെയ്തില്ല. അത് അടുത്ത വീഡിയോയിൽ നമുക്ക് അതും കൂടെ ചേർക്കാം. ആ ഒരു ഭാഗവും കൂടെ നമുക്ക് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കുമ്പളം സ്റ്റേഷൻ പിന്നിട്ടു. ഇനിയിപ്പോൾ അടുത്ത വർക്ക് നടക്കുന്നത് കുറച്ചുകൂടി മുന്നോട്ട് മാറി നമ്മുടെ തിരുനെട്ടൂർ സ്റ്റേഷൻ്റെ അടുത്തായിട്ടാണ്. അതൊരു പാലം ആണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കാണാം, ഇക്കരെ വർക്കൊന്നും നടക്കുന്നില്ല, അക്കരെ പക്ഷേ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആയിട്ടാണ് ആ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഒരു ലെവൽ ക്രോസ് ഒക്കെ ഉണ്ട്. ആ ലെവൽ ക്രോസിൻ്റെ അടുത്ത് കുറച്ച് മണൽ കൂനകൾ കൂട്ടിയിട്ടിരിക്കുന്നതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇത് തിരുനെട്ടൂർ സ്റ്റേഷന് മുന്നേ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അതായത് നമ്മുടെ കുമ്പളം കഴിഞ്ഞ് പഴയ തിരുനെട്ടൂർ സ്റ്റേഷൻ ആവുന്നതിന് തൊട്ട് മുൻപായിട്ടുള്ള സ്ഥലങ്ങളാണ് ഈ കാണുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലെവൽ ക്രോസ്. ഇവിടെ ലെവലിംഗ് വർക്കുകൾക്ക് വേണ്ടിയിട്ട് മണലുകളൊക്കെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ തിരുനെട്ടൂർ സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളാണ്. ഇത് പഴയ തിരുനെട്ടൂർ സ്റ്റേഷൻ. നിലവിൽ ആ സ്റ്റേഷൻ ഇല്ല, അവിടെ സ്റ്റോപ്പൊന്നുമില്ല, ട്രെയിനുകളൊന്നും നിർത്തുന്നൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ ചതുപ്പ് നിലമാണ്. കണ്ട ഒരു എക്സ്കവേറ്റർ മണ്ണിൽ ചെളിയിൽ പുതഞ്ഞ് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. ആൾ ഇതുപോലെ ലെവലിംഗ് വർക്കുകൾക്കൊക്കെ വേണ്ടി വന്നതായിരിക്കണം, അവിടെ പെട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇത് തിരുനെട്ടൂർ സ്റ്റേഷൻ. പഴയ പ്ലാറ്റ്ഫോമൊക്കെ അപ്പുറത്തെ സൈഡിലുണ്ട്, പക്ഷേ നിലവിൽ സ്റ്റേഷൻ വർക്കിംഗ് അല്ല. ഇത് ഏകദേശം നമ്മൾ എറണാകുളം സിറ്റിയുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ലെവലിംഗ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എത്രയും പെട്ടെന്ന് ഈ ഒരു പാത മൊത്തത്തിൽ ഡബിളിംഗ് ആവണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അപ്പം ഇതിൻ്റെ ബാക്കി, അതായത് തുറവൂർ മുതൽ അമ്പലപ്പുഴ വരെയുള്ള ഭാഗത്ത് ഡബിളിംഗ് വർക്കുകൾ
കിട്ടേണ്ട അനുമതികളൊക്കെ എത്രയും പെട്ടെന്ന് കിട്ടട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. അതിനുവേണ്ടി നമ്മുടെ നേതാക്കന്മാർ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. അപ്പോൾ അതിന് വേണ്ട പ്രഷറൊക്കെ ചെലുത്താതെ അത് സ്പീഡപ്പായിട്ട് നടക്കത്തില്ല. അപ്പോൾ ഈ ഒരു എൻഡിൽ ഇവിടെയും കുറച്ച് ചെറിയ രീതിയിൽ വർക്കുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാഴ്ചകളോടുകൂടി നമുക്ക് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു ആൻഡ് ബൈ ഫ്രം ശ്രീനാഥ്.